ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ ബർഗറാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആരും കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടേക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വെജിറ്റബിൾസൊക്കെ ചിക്കനൊക്കെ വെച്ചിട്ടാണ് ബർഗർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസാണ് ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ക്യാപ്സിക്കം, ക്യാരറ്റ്, ക്യാബേജ്, പിന്നെ ചിക്കൻ ഞാൻ ഒന്ന് വേവിച്ചിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. പിന്നെ പൊട്ടറ്റോയും ഞാൻ വേവിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കനും പൊട്ടറ്റോയും വേവിച്ച ടൈമിൽ ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ മിക്സ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ഉപ്പൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് വേണം പിന്നീട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ സവാള ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പൊടികളായിട്ട് ഞാൻ മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ചിക്കൻ മസാലയാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഞാനിവിടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഞാൻ കുരുമുളക് പൊടി ഇട്ടിട്ടാണ് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എക്സ്ട്രാ കുരുമുളക് ഞാൻ ആഡ് ചെയ്യുന്നില്ല. അപ്പം ഇതെല്ലാം ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ബർഗർ പാറ്റി ഒന്ന് റൗണ്ടിൽ ചെയ്തെടുക്കുന്നുണ്ട്. അത് ഞാൻ എഗ്ഗിൽ മുക്കിയിട്ടാണ് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ എഗ്ഗ് ഞാൻ കാണിക്കാൻ വിട്ടു കേട്ടോ. അതിനുശേഷം ഞാൻ ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുട്ടീസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ബർഗറൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. വെജിറ്റബിൾസ് ഉള്ളി പൊക്കോളും. അങ്ങനെ വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. വല്ലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ആ വെജിറ്റബിൾസ് അങ്ങ് ഉള്ളിൽ പൊക്കോളും. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ച് കൊടുക്കുന്നതിൽ എത്രയും നല്ല നമ്മൾ വീട്ടിൽ തന്നെ ചെയ്ത് കൊടുക്കുന്നത്. കുറച്ചൊന്നും ബുദ്ധിമുട്ടാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസൊക്കെ ഞാൻ ആ ഫ്രൈ ചെയ്തെടുത്ത ഓയിലിൽ തന്നെയാണ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതി. ഒരുപാട് അങ്ങ് വാടിപ്പോണമെന്നൊന്നുമില്ല. പിന്നെ ഞാൻ കുറച്ച് ഉപ്പ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ആ ഉപ്പ് നമ്മൾ ഇത് ഉപ്പിടാതെ ചെയ്യുമ്പോഴത്തേക്കിനും ചിലപ്പോൾ മറ്റേതിൽ ഉപ്പിട്ടിട്ടുണ്ടെങ്കിലും കുറച്ചൊരു ഉപ്പില്ലായ്മ പോലെ തോന്നും. അപ്പോൾ അത് അങ്ങനെ ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലാവും. പിന്നെ ഞാൻ ബ്രെഡ് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. കാരണം നമ്മൾ എന്താ ബന്നൊക്കെ ബൻ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ചെറുതായിട്ടും തണുത്തിട്ടായിരിക്കുമല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ ഇഷ്ടമുള്ളവർ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇതിനെ കട്ട് ചെയ്തിട്ട് അതിൽ വെച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ പിന്നെ ചൂടാക്കി എടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബർഗർ പാറ്റി വെച്ച് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വെജിറ്റബിൾസ് സോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്രയൊക്കെ സോട്ടായാൽ മതി. ഇതാണ് ഞാനിവിടെ വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഇത്രയൊന്ന് സോട്ടായി വന്നാൽ മതി. ജസ്റ്റ് ഒന്ന് ഇതായി വരുമ്പോൾ അങ്ങ് ഓഫ് ചെയ്ത് വെച്ചിരുന്നാൽ മതി. പിന്നെ അതിലേക്ക് മയണൈസ്, നമ്മുടെ ഹോം മെയ്ഡ് മയണൈസാണ്. അപ്പോൾ പേഴ്സണലി കുറേ പേരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഹോം മെയ്ഡ് മയണൈസിൻ്റെ റെസിപ്പി ഒന്ന് ചെയ്യാവുന്നത്. ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നല്ല ക്രീമി ജ്യൂസി ആയിട്ടുള്ള നമ്മുടെ ബർഗർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ടൊമാറ്റോ സോസൊക്കെ ആഡ് ചെയ്യും. ഞാനിവിടെ കുഞ്ഞിന് കൊടുക്കേണ്ടതുകൊണ്ട് അതൊന്നും ആഡ് ചെയ്യുന്നില്ല. പിന്നെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ടൊമാറ്റോ സോസ് ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ മയോണൈസ് മാത്രം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ജ്യൂസി ആയിട്ടുള്ള ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ബർഗർ ലുക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ് സംഭവം. പുറത്തുനിന്നൊക്കെ മേടിക്കുന്നതിൽ സൂപ്പറാണ്. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.